ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. നമ്മൾ പലപ്പോഴും പല വീഡിയോകളും നമ്മൾ ശ്രദ്ധിച്ചു കാണും, പലരുടെയും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എങ്ങനെയാണ് ഒരു ഡോക്ടറിൻ്റെ ഡേ ഇൻ ലൈഫ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എമർജൻസി ഫിസിഷ്യൻ, അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളത് റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ അല്ലെങ്കിൽ എമർജൻസി ഫിസിഷ്യൻ്റെ ഡേ ഇൻ ലൈഫാണ് ഇന്ന് നമ്മളിവിടെ റിവീൽ ചെയ്യുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ വിത്ത് എ കപ്പ് ഓഫ് കോഫി ടുഡേ, ദെൻ വി വിൽ മൂവ് ഓൺ ടുഡേ. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും നമുക്കൊരു വൈറ്റൽ ഫുഡാണ്. പിന്നെ നമുക്കറിയാം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഏത് സമയം ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും, നമുക്ക് പല രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് രാവിലെ നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറേണ്ടതുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കറിയത്തില്ല പിന്നെ നമുക്ക് സമയം കിട്ടുമോ എന്നും അറിയത്തില്ല. കാരണം ഒരു ഷിഫ്റ്റ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, നമുക്ക് ഒരുപാട് പേഷ്യൻസ് ചിലപ്പോൾ വരാം. ചില ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഷിഫ്റ്റ് ചിലപ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. ആ സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും സമയം കിട്ടാറുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഓൺ ടൈം തന്നെ തുടങ്ങാം. നമുക്കറിയാം, നൈറ്റിൽ എമർജൻസി ഫിസിഷ്യൻസ്, ഡ്യൂട്ടിയിലുള്ള എമർജൻസി ഫിസിഷ്യൻസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഹാൻഡ് ഓവർ തരാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമേ ഹാൻഡ് ഓവർ എടുത്ത് തുടങ്ങാം ഇന്നത്തെ ദിവസം. പിന്നീട് നമുക്ക് ഇന്ന് കുറച്ചും കൂടെ പ്ലാൻഡ് ഡേ ആണ്. നമുക്ക് ആദ്യമുള്ള റെസിഡൻസിനുള്ള ക്ലാസ്സുകളാണ്. അത് കഴിഞ്ഞ് നമുക്ക് എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിലോട്ട് പോവാം. നമുക്കറിയില്ല ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെ ഇവൻറ്റ്സുകൾ നടക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വി വിൽ ജസ്റ്റ് ഫോളോ അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പോൾ ഓൺ ടൈം ഹോസ്പിറ്റലിലെത്തി. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്, ആദ്യം നിങ്ങൾക്ക് നേരത്തെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും ഒരു കോൾ വന്നത്, ഒരു 16-year-old ഹു മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ ആ കുട്ടിയെ കാണാനാണ് ആദ്യമേ പോകുന്നത്. കുട്ടി മെറ്റ് വിത്ത് എ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്. റെസിഡൻസ് എല്ലാം ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഫസ്റ്റ് കേസ് ഒന്ന് അറ്റൻഡ് ചെയ്യാം, ഹാൻഡ് ഓവർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വി വിൽ മൂവ് ഓൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു നോൺ പി ഓൾറെഡി ഓൺ ആൻറ്റിബയോട്ടിക്സ് ഉള്ളതാണ് കോവിഡിൻ്റെ സമയത്ത്. She's complaining of pain, ഒരു numbness at back of the head and spine. എന്തായാലും നമ്മൾ CT ഒക്കെ എടുത്തു, അതിൽ പ്രത്യേകിച്ച് ഫൈൻഡിങ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് നന്നായിട്ട് വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ എല്ലാം നമ്മൾ എടുത്തു, എമർജൻസി കേസുകളെല്ലാം കണ്ടു, ബൈസ്റ്റാൻഡേഴ്സിനെല്ലാം ബ്രീഫ് ചെയ്തു. ഇനി നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് മോർണിംഗ് ക്ലാസ്. മോർണിംഗ് ക്ലാസ്സിന് റെസിഡൻസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മോർണിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ കണ്ട പേഷ്യൻറ്റിന് ഒരു മാസീവ് പൾമനറി എംബോളിസാണ്. ഒരു യങ് പേഷ്യൻ്റ്, 26-year-old. പക്ഷേ ഇപ്പോൾ റിസൾട്ട്സുകളും ഇതുമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു സെപ്സിസ് വിത്ത് ഒരു മൾട്ടിപ്പിൾ സിസ്റ്റം ഇൻവോൾവ് ആയിട്ടാണ് കാണുന്നത്. ലിവർ, കിഡ്നി, പിത്താശയം, BP ആൾറെഡി കുറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ കയറുന്നത് ആ ബൈസ്റ്റാൻഡേഴ്സിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബൈസ്റ്റാൻഡേഴ്സിനോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്തൊക്കെയാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വയറുവേദന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് കുറച്ച് ഹെക്ടിക് ഡേ ആയിരുന്നു. നമുക്കറിയാം, ആദ്യമേ നമ്മൾ ട്രോമ കേസിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തന്നെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇന്ന് കുറച്ച് സിക്ക് പേഷ്യൻസിനെയാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഐ ആം കമ്മിങ്. അപ്പം എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ,
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഹെവി ആയിട്ട് കഴിച്ചിട്ട് തന്നെ ഓരോ ഷിഫ്റ്റിനും കയറാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ നമുക്കറിയാം, ഞാൻ എല്ലാ ഹെക്ടിക് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത എമർജൻസി കേസ് വന്നത്. സോ ഇതുപോലെ ആയിരിക്കും എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഈസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ്. അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കോൾ വരാം, ഏത് സമയത്തും നമ്മളത് അറ്റൻഡ് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും രാവിലെ തൊട്ടേ ഹെക്റ്റിക് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് കേസുകൾ നമ്മൾ ട്രോമ ഐസിയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ നമുക്ക് രാവിലെ സംഭവിച്ച യങ് 19-year-old ഗേൾ കൂമെറ്റ് വിത്ത് ട്രോമ, പിന്നെ ഉണ്ടായിരുന്ന പോളി ട്രോമ വിത്ത് മാസീവ് ഹെഡ് ഇഞ്ചുറി. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് ആ പേഷ്യൻസിനെ ഒന്ന് അസസ് ചെയ്യാം, എങ്ങനെയാണ് ഇവര് റിസോസിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തെന്നുള്ള ട്രോമ ഐസിയിൽ ആൻഡ് ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ കുറച്ച് സമയം കിട്ടിയപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോവാം. എന്തായാലും ഏർലി മോർണിംഗ് ഷിഫ്റ്റ്. പോളിട്രോമ റിപ്പീറ്റ് സ്കാനിങ്ങിനകത്ത് മൈൽഡ് ഇൻക്രീസ് ഉണ്ട്. ഈവനിങ് സ്കാനിങ് കൂടെ നോക്കിയിട്ട് then case plan for case എന്നുള്ളത്. അല്ല, പുള്ളി വന്നപ്പോഴേക്കാളും എന്തായാലും ഒരുപാട് ബെറ്റർ ആയി. This was the morning case അല്ലേ? Morning case met with this thing. High velocity trauma. Emergency is always about the time. കാരണം നമ്മൾ എത്ര മാത്രം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നോ ആ കണ്ടീഷൻസ് എല്ലാം നമുക്ക് ആക്ച്വലി ഒരു ഗോൾഡൻ അവർ എന്നുള്ള ഒരു മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവും. അതായത് ഒരു ഇനീഷ്യലി നടക്കുന്ന അവേഴ്സിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ടു ഇംപ്രൂവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേട്ട സ്ട്രോക്ക് കോഡ് എന്നുള്ളത്, ഇപ്പോൾ ആ പേഷ്യൻറ്റ് ഒരു അക്യൂട്ട് സ്ട്രോക്ക് ആയിട്ട് വന്നതാണ്. അപ്പോൾ ആ സ്ട്രോക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് CT എടുത്ത് ഏത് രീതിയിലുള്ള സ്ട്രോക്കാണെന്ന് നോക്കി പെട്ടെന്ന് തന്നെ നമ്മൾ ആ കേസ് മാനേജ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു 1 hour 2 hours മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ദെയർ പ്രോഗ്നോസിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. MI എന്ന് പറയുന്നത്, അതായത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ, അതിനും നമുക്ക് വളരെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ടൈമുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം സ്റ്റെമി കോഡ് ഇൻ എമർജൻസി റൂം എന്നുള്ളത്. അതായത് സ്റ്റെമി വന്ന് പേഷ്യൻറ്റ് MI ആയി പേഷ്യൻറ്റ് ER-ലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യുക, പ്ലാസ്റ്റ് ചെയ്യുക, ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡുകളെല്ലാം ER-ൽ വെച്ച് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാവുന്നതാണ് രാവിലെ സംഭവിച്ച ട്രോമ. ഷീ ഈസ് വെരി യങ്, 19-year-old ഗേൾ. But thank God she reached in our golden hour to KIMS Health Emergency Department. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബിസി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷിഫ്റ്റുകൾ, ബട്ട് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹെൽപ്പ് ദ പേഷ്യൻസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇതെന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി പേഷ്യൻസ് എല്ലാം സർവൈവ് ആയി, അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസിന് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ നമുക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഡെഫിനറ്റ്ലി ഹൈ ആയിരിക്കും, എസ്പെഷ്യലി വെൻ വി ആർ വർക്കിംഗ് ഇൻ എൻ എമർജൻസി. ആ ടൈംലി മാനേജ്മെന്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ദ പേഷ്യൻസ് ഇൻ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. സോ അതാണ് നിങ്ങൾ രാവിലെ തൊട്ട് ആക്ച്വലി നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലേ, ആ ഒരു കേസ് മാത്രമാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഹാസ് ടു ബി സ്റ്റെബിലൈസ്ഡ്. താങ്ക് യു. നിങ്ങൾ ഇപ്പോൾ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ഒരു എമർജൻസി ഫിസിഷ്യന്റെ ഒരു ഡേ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പൊ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് തൊട്ട് ഹോസ്പിറ്റലിൽ വന്ന് എങ്ങനെ ഒരു എമർജൻസി ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമുക്കറിയാം ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് ഡേ ആണ്. ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വന്നത് റെസിഡൻസിന്റെ ഒരു ക്ലാസ്, അത് കഴിഞ്ഞ് ബാക്കി എമർജൻസിയിലെ പേഷ്യൻസിനെ കാണുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, എനിക്ക് പലതവണ കോളുകൾ വന്നുകൊണ്ടിരുന്നു, പല ട്രോമകൾ കയറിക്കൊണ്ടിരുന്നു, പല സ്ട്രോക്ക് പേഷ്യൻസ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പേഷ്യൻസും, അല്ലെങ്കിൽ ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് ഡേ ആയിരുന്നു നമുക്ക് ഇന്ന് സംഭവിച്ചത്. ഇപ്പം ഏകദേശം വൈകിട്ട് 6 മണിയായി. എനിക്കറിയാം, നിങ്ങളും ആലോചിച്ചിട്ടുണ്ടാവും, സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. കാരണം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പം നമ്മൾ എൻഡ് ചെയ്യുന്ന 6 മണിക്ക് നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല. ഇനി ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. ഇനി ഏതെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ആ ഒരു പാഷൻ ഡെഫിനറ്റ്ലി ഒരു എമർജൻസി ഫിസിഷ്യൻ ഷുഡ് ഹാവ്. നമ്മൾ ഒരിക്കലും ടൈമിൽ വർക്ക് ചെയ്യാൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ടൈമിൽ ചിലപ്പോൾ നമ്മൾ വീടെത്തിക്കൊള്ളണമെന്നുമില്ല. പക്ഷെ അതെല്ലാം നമ്മൾ ആ ഒരു പാഷൻ നമ്മൾ ഒരു പാഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എമർജൻസി മെഡിസിൻ എന്നുള്ള ബ്രാഞ്ച്, അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ എന്നുള്ള ഫീൽഡ് തീർച്ചയായിട്ടും നമുക്ക്